നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് അടുത്ത് വരികയാണ്. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. 25-ന് ക്രിസ്മസ് ആണ്. എല്ലാവരും അതിൻ്റെ ആഘോഷത്തിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും, അതിൻ്റെ ഒരുക്കങ്ങളുടെ ഒക്കെ തിരക്കിലായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ ദിവസം അത് സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ, ഒരുപാട് ഓർമ്മകൾ നൽകുന്നതായിരിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുകയാണ്. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ഫോം 6 ഉപയോഗിച്ച് പേര് ചേർക്കാൻ ജനുവരി 22 വരെ അവസരം. അന്തിമ പട്ടിക ഫെബ്രുവരി 21-ന് സമയം നീട്ടി നൽകണമെന്ന ആവശ്യത്തോട് പ്രതികരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തൊണ്ടി മുതൽ കണ്ടെത്താനാകാതെ SIT. ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ഹർജി ഹൈക്കോടതിയിൽ. സ്വർണം വാങ്ങിയ ഇനത്തിൽ 10 ലക്ഷത്തിലേറെ രൂപ നൽകിയത് ഗോവർദ്ധൻ. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും കോടതിയിൽ. മണ്ഡലപൂജയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഭക്തിസാന്ദ്രം. ഘോഷയാത്ര 26-ന് ശരംകുത്തിയിൽ. മണ്ഡലപൂജ 27-ന്. കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ. കലാധരനും അമ്മയും ജീവനൊടുക്കിയത് 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം. ദാരുണ സംഭവം ഭാര്യയുടെ കൂടെ മക്കളെ വിടണമെന്ന കോടതി ഉത്തരവിന് പിന്നാലെ. ഇന്ത്യയിൽ നിന്നുള്ള വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ബംഗ്ലാദേശ്. തീരുമാനം ഡൽഹിയിലെ ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടന്നതിന് പിന്നാലെ. ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെ ധാക്കയിൽ മനുഷ്യച്ചങ്ങല. വാർത്തകളിലേക്കൊക്കെ വിശദമായി വരുമ്പോൾ, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കേരളത്തിലെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുണ്ടെങ്കിൽ ഫോം 6 ഉപയോഗിച്ച് പേര് ചേർക്കാൻ ഇനിയും അവസരമുണ്ട്. ഇന്നു മുതൽ അടുത്ത മാസം 22 വരെ ഇതിനുള്ള അവസരം ലഭിക്കും. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തന്നെ ഈ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം കുറച്ചുകൂടി സമയം നീട്ടി നൽകണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് എത്രത്തോളമാണ്? ഗുഡ് മോർണിംഗ്. എന്തായാലും നിലവിലെ ഈ ഒരു ആവശ്യം വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയോടുകൂടി ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ജനുവരി 22 വരെ പട്ടികയിന്മേലുള്ള ഈ കരട് പട്ടികയിന്മേലുള്ള ആക്ഷേപങ്ങളും ഒപ്പം തന്നെ പരാതികളുമൊക്കെ ഉന്നയിക്കുകയും ചെയ്യാം. ഫോം 6 ഉപയോഗിച്ച് വീണ്ടും ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്ക് വീണ്ടും അതിലേക്ക് രേഖപ്പെടുത്താനുള്ള ഒരു അവസരവും എന്തായാലും ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 25 ലക്ഷത്തോളം വോട്ടർമാർ ഈ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്നുള്ള ആശങ്കയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു ചില പാകപ്പിഴകളുണ്ട്, ചില കാര്യങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നിന്ന് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു കത്ത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വിവരശേഖരണത്തിൻ്റെ ഭാഗമായി ചില വാർഡുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പാകപ്പിഴകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, അതായത് ഈ വിഷയത്തിൽ വിവിധ ആളുകൾ, അതായത് ഈ നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ പരിഹരിക്കണമെന്നും ഒപ്പം തന്നെ എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടണമെന്നുമാണ് ഈ ഒരു കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ചവർ, താമസം മാറിയവർ, ഒപ്പം തന്നെ സ്ഥലത്തില്ലാത്തവർ എന്നിവർ ഏകദേശം 25 ലക്ഷത്തോളം വോട്ടർമാരാണ് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നത്. ഇത് പ്രകാരം അതിലൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു വാർഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ കോർപ്പറേഷനിലെ ഒരു വാർഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ 1500
ലക്ഷത്തോളം വോട്ടർമാരുള്ള ഒരു വാർഡിൽ ഏകദേശം 800ഓളം പേർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ് അത്രത്തോളം ആളുകളെ ഈ ഒരു കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ ഈ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനാകുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഒരു മണ്ഡലം ഒരു വാർഡ് ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശ്രീവരാഹം 138 നമ്പർ ബൂത്തിൽ ആകെ 1200-ൽ താഴെ വോട്ടർമാരാണുള്ളത്. അതിൽ 704 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പട്ടികയിൽ പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ബൂത്തിൽ ഇത്രയധികം വോട്ടർമാരെ ഒഴിവാക്കുന്നത് അസ്വാഭാവികമാണെന്നും ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു പല ബൂത്തുകളിലും സമാനമായ സാഹചര്യമുണ്ടാകും. ഒപ്പം തന്നെ ഇത് ഗൗരവമായി പരിശോധിക്കണമെന്നുമാണ് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരം പോരായ്മകൾ നിലനിൽക്കെ ഈ ഡിസംബർ 18-ന് ഈ എന്യൂമറേഷൻ ഫോമുകളുടെ അപ്ഡേഷൻ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് കൂടുതൽ സമയം അനുവദിക്കണം. ഒപ്പം തന്നെ ഈ കരട് വോട്ടർ പട്ടിക ഇത് പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഫെബ്രുവരി 21-നാണ് ഇതിൻ്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം വരുന്നത്. അത് നീട്ടിവെക്കണം എന്നുള്ള ആവശ്യം കൂടി ഈ കത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിലൊരു പ്രതികരണം, ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഹർജികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. 2002-ന് മുൻപ് ജനിച്ചിട്ടുള്ള, അതായത് 18 വയസ്സിന് പൂർത്തിയാകാത്തുള്ള ആളുകളും ഒപ്പം തന്നെ അതിനുശേഷം 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചില അന്തരങ്ങൾ ഈ ഒരു ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ ചില അന്തരങ്ങളുണ്ട്, അതിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ക്രോഡീകരിച്ച് ഈ പാകപ്പിഴവുകളൊക്കെ മാറ്റിയതിനു ശേഷം ഇത്തരത്തിൽ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇതൊക്കെ പരിഗണിക്കുമോ, അല്ലെങ്കിൽ ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഈ ഫെബ്രുവരി 21 എന്നുള്ളത് അത് നീട്ടിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മിഥുൻ, ഈ ജനുവരി 22 വരെ പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളുണ്ടോ? അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ നമുക്കറിയാം, ഇത് ഡിസംബർ 9-നായിരുന്നു ഇത്തരത്തിൽ ഈ എന്യൂമറേഷൻ ഫോമിന്റെ, അതായത് ആദ്യ കരട് പട്ടിക ഇത്തരത്തിൽ സംസ്ഥാനത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പാകുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ BLOമാരുടെ ഈ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരികയും അധിക ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേള കൂടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 5 ദിവസം കൂടി നീട്ടി നൽകിയിരുന്നു. പിന്നീട് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി മാറ്റുകയും ചെയ്യുന്നു. പിന്നാലെ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു 5 ദിവസം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നടത്തിയ, പ്രതിനിധി സംഘങ്ങൾ നടത്തിയ യോഗത്തിലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവരും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് BLOമാർ വഴി പല വോട്ടർമാരിലേക്കും ഫോമുകൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോഴും കൂടുതൽ ആളുകളിലേക്ക് ഈ ഫോമുകൾ എത്തിയിട്ടില്ല. അവർക്ക് ഇതുവരെ ഫില്ല് ചെയ്ത് നൽകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോമുകൾ ലഭ്യമല്ലാത്ത ആളുകൾക്ക് കൂടി ഇത്തരത്തിൽ ഫോമുകൾ ലഭിച്ചതിന് ശേഷം അവർക്ക് ഇത് ഫില്ല് ചെയ്ത് നൽകാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നുള്ള കാര്യമാണ് പ്രധാനമായും മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ പരാതികളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഫോം 6 വഴി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അപേക്ഷ നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനുവരി 22 വരെയാണ് അതിനുള്ള സമയം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതിലും നിലവിൽ ഇനി ഒരു തീരുമാനം ഇനിയും കൂടുതൽ നീട്ടിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം അനുവദിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് പുറമെ തന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലും കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ആൻഡമാൻ നിക്കോബാറിലും പട്ടിക ഇന്ന് വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക പ്രസിദ്ധീകരിക്കും. നേരത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച തമിഴ്നാട്ടിൽ 97 ലക്ഷം പേരെയും ഗുജറാത്തിൽ 73 ലക്ഷം പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിൽ നിന്നുള്ള കോൺസുലാർ വിസ സേവനങ്ങൾ നിർത്തിവെച്ച് ബംഗ്ലാദേശ്. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം നടന്നതിന് പിന്നാലെയാണ് ഈ തീരുമാനം. വിഷയം ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിച്ചത് ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനിടെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ധാക്കയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. ന്യൂനപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിച്ചു ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിസ
വിസയുടെ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചതൊക്കെ യാത്രക്കാരെ കൂടുതൽ ബാധിക്കാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും മനസ്സിലായി. ഓരോ ദിവസവും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. അവിടെ ഒരു ഹിന്ദു യുവാവിന് നേരെ നടന്ന ആക്രമണം, അയാളെ അവിടെ ഒരു ഫാക്ടറി ജോലിക്കാരനായിരുന്നു, അയാളെ ആൾക്കൂട്ടം ആക്രമിച്ച് ഒരു മരത്തിൽ കെട്ടിത്തൂക്കി കത്തിച്ച പൊതുമധ്യത്തിൽ കത്തിച്ച സംഭവം. ഈ സംഭവത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ബംഗ്ലാദേശിലും പ്രതിഷേധം നടന്നിരിക്കുന്നു. ബംഗ്ലാദേശിൽ അവിടെയുള്ള വിവിധ ന്യൂനപക്ഷ സംഘടനകൾ ഒരുമിച്ച് നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു. അവിടെ ധാക്കയിൽ, അവരുടെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിൽ തന്നെ ഇത്തരമൊരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ ഇന്ത്യ ബംഗ്ലാദേശിനോട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അതിനു പോലും വളരെ പ്രകോപനപരമായിട്ടുള്ള മറുപടിയാണ് ബംഗ്ലാദേശ് നൽകിയത്. അതായത് ഓരോ രാജ്യങ്ങൾക്കും അവരുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഈ ബംഗ്ലാദേശിൽ നടന്നത് ഇപ്പോൾ ഈ ദിഗു ചന്ദർദാസിനെതിരെ നടന്ന ആക്രമണം അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഇത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കാനാകില്ല എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞത്. ഇതിലെ എല്ലാ രാജ്യങ്ങൾക്കും തങ്ങളുടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഇന്ത്യയോട് പറഞ്ഞതിലൂടെ ഇന്ത്യയെ പരോക്ഷമായി വിമർശിക്കുന്ന ഒരു പ്രകോപനപരമായിട്ടുള്ള നടപടി കൂടിയാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ഈ ബംഗ്ലാദേശ് ഇന്ത്യയിലുള്ള കൗൺസിലർ വിസ സേവനങ്ങൾ നിർത്തിവെച്ച നടപടി. ഇന്നലെ ഏതാണ്ട് രാവിലെയോടെയായിരുന്നു ഡൽഹിയിലുള്ള ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഏതാണ്ട് 25ഓളം ആളുകൾ കൂടിച്ചേർന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ ഈ വിഷയത്തെ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിൽ പെരുപ്പിച്ച് കാണിച്ചിരുന്നു. അതായത് ഇവിടെയുള്ള ഹൈക്കമ്മീഷനെ ആക്രമിച്ചു, ജീവനക്കാർക്ക് പരിക്കേറ്റു, ഓഫീസിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള രീതിയിൽ പല തെറ്റായ റിപ്പോർട്ടുകളും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയത്തിനെ ഇന്ത്യ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഇത് വ്യാജ വാർത്തകളാണ്, ഈ 25 പേർ ചേർന്ന് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, അല്ലാതെ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബംഗ്ലാദേശ് അവരുടെ ഹൈക്കമ്മീഷന് മുന്നിൽ ചില നോട്ടീസുകൾ ഒട്ടിക്കുകയായിരുന്നു. അതായത് ഈ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ്റെ ഇന്ത്യയിലുള്ള പ്രവർത്തനം, കോൺസുലർ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു. ഇത് ഈ നിരവധി കാരണങ്ങളാൽ ഇത്തരത്തിൽ ഈ സേവനങ്ങൾ നിർത്തിവെക്കുന്നു എന്ന് മാത്രമാണ് അവർ അറിയിച്ചത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്നവർ പൂർണ്ണമായിട്ടും വ്യക്തമാക്കിയിട്ടില്ല. അതുമാത്രമല്ല, ത്രിപുരയിലുള്ള അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളും നിലവിൽ ബംഗ്ലാദേശ് നിർത്തിവെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പശ്ചിമ ബംഗാളിൽ ഒരു സ്വകാര്യ ഏജൻസി ബംഗ്ലാദേശിലുള്ള വിസ സേവനങ്ങൾ അതെല്ലാം നിയന്ത്രിച്ചിരുന്നു. ഈ സ്വകാര്യ ബംഗ്ലാദേശ് ഏജൻസിയുടെ പ്രവർത്തനവും പൂർണ്ണമായി ഇപ്പോൾ നിലവിൽ നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ, അതായത് ഡൽഹിയിലെ ഹൈക്കമ്മീഷൻ്റെ പ്രവർത്തനം, ത്രിപുരയിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലുള്ള ഈ സ്വകാര്യ ഏജൻസിയുടെ പ്രവർത്തനം, ഇതെല്ലാം ബംഗ്ലാദേശ് പൂർണ്ണമായിട്ടും നിർത്തി. ഇന്ത്യ ഈ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ വന്ന തെറ്റായ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുമാണ് ബംഗ്ലാദേശിൻ്റെ ഇത്തരത്തിലുള്ള നടപടി എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെയുള്ള മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക സർക്കാർ അത് ഇന്ത്യയിലുള്ള US ഹൈക്കമ്മീഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം എക്സ് വഴി ഒരു പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. അതായത് അവർ ഇന്ത്യയിലെ ഈ US ഹൈക്കമ്മീഷൻ ബംഗ്ലാദേശിലുള്ള സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് മുഹമ്മദ് യൂനിസ് ഒരു എക്സിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടത്. അതായത് ബംഗ്ലാദേശിൽ അവർ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 12 തന്നെ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ജനങ്ങൾക്ക് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കും എന്ന് ഉൾപ്പെടെ അവർ US ഹൈക്കമ്മീഷന് മറുപടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു നേതാവിന് കൂടി വെടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള നാഷണൽ സിറ്റിസൺ പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് മൊത്തലബ് സിക്ദറിനാണ് വെടിയേറ്റത്. അയാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇത് ആദ്യം വെടിയേറ്റ ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിക്ക് സമാനമായി
തൊട്ട് തന്നെ തലയിൽ ആണ് ഇയാൾക്ക് വെടിയേറ്റത്. തലയോട്ടിയുടെ ഒരു വശത്ത് തട്ടിയ വെടിയുണ്ട തട്ടിത്തെറിച്ച് പോവുകയായിരുന്നു. എന്നാലും ഇയാൾക്ക് ഗുരുതരമായിട്ട് പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. അവിടെ ഒരു തൊഴിലാളി റാലി സംഘടിപ്പിക്കാനിരിക്കെയാണ് ഇയാൾക്ക് വെടിയേറ്റത്. ഇതോടെ ഒരാഴ്ചക്കിടെ വെടിയേൽക്കുന്ന രണ്ടാമത്തെ പ്രമുഖ നേതാവ് കൂടിയാണ് ഇദ്ദേഹമെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഷെരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലപാതകി എന്ന് സംശയിക്കുന്ന രണ്ടുപേരുണ്ട്. CCTV ദൃശ്യങ്ങൾ വഴിയാണ് ഇവരെ ഐഡന്റിഫൈ ചെയ്തത്. അതിൽ ഒരാളാണ് ഫൈസൽ കരീം മസൂദ്. ഇയാൾ ഉൾപ്പെടെ ഈ രണ്ടുപേരും രാജ്യം വിടാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങളും ബംഗ്ലാദേശ് സ്വീകരിച്ചു വരികയാണ്. ഇവർ ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ബംഗ്ലാദേശ് വ്യക്തമാക്കുന്നത്. ഇത് തടയാനായിട്ട് എല്ലായിടത്തും സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുമുണ്ട്. ശരി അജയ്, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ യുക്രൈനെ പഴിച്ച് റഷ്യ. പിന്നിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നാണ് ആരോപണം. ലഫ്റ്റനന്റ് ജനറൽ ഫാനിൽ സരോവറാണ് കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്ന് മരിച്ചത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ റഷ്യ യുക്രൈനിലേക്കുള്ള ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. കിഴക്കൻ പ്രവിശ്യയായ ഖാർക്കീവിലെ വിൽച്ച പട്ടണത്തിന്റെ നിയന്ത്രണം റഷ്യ ഏറ്റെടുത്തു. പോർട്ട് സിറ്റിയായ ഒഡീസയിലും ആക്രമണം തുടരുകയാണ്. അജയ് തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ആക്രമണം ഇപ്പോഴും തുടരുകയാണോ? ഈ സൈനിക ഉദ്യോഗസ്ഥന്റെ മരണം അത് ആക്രമണത്തിൽ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അനുശ്രീ, ഇന്നലെ ഏതാണ്ട് ഉച്ചയോടെയാണ് റഷ്യയിൽ ഒരു കാർ ബോംബ് സ്ഫോടനത്തിൽ അവിടുത്തെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നത്. ഈ വർഷം ഇത്തരത്തിൽ റഷ്യയിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഫാനൽ സരോവ് എന്ന് പറയുന്നത്. ഇയാൾക്ക് നേരെ മുൻപും ഇത്തരത്തിൽ ഒരു ആക്രമണ ശ്രമങ്ങൾ നടന്നിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രത്യേകിച്ച് റഷ്യയിൽ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഉന്നത സൈനിക ജനറൽ കൂടിയാണ് ഫാനൽ സരോവ്. അപ്പോൾ ഈ മരണത്തിൽ യുക്രൈന് കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് നിലവിൽ റഷ്യ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ സമാധാന ചർച്ചകൾ അത് നേരത്തെ മുൻ നിശ്ചയിച്ചതുപോലെ തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ വെച്ച് യുക്രൈൻ്റെയും റഷ്യയുടെയും പ്രതിനിധികൾ ചർച്ച നടന്നിരുന്നു. US-ൻ്റെ മധ്യസ്ഥതയിലാണ് ഇത്തരത്തിൽ ചർച്ച നടന്നത്. അതിനിടെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അത് യുക്രൈനുള്ള പിന്തുണ അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ യുക്രൈന് നൽകും എന്ന് പ്രഖ്യാപിച്ചിരുന്ന 2 ബില്യൺ യൂറോയ്ക്ക് മുകളിലുള്ള ധനസഹായം അത് കഴിഞ്ഞ ദിവസം യുക്രൈന് കൈമാറിയിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി യുക്രൈന് അകമഴിഞ്ഞ പിന്തുണ അത് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ നടത്തുന്നത് പകൽക്കൊള്ളയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണം വരെ റഷ്യ ഇത്തരത്തിൽ കടുത്ത ഭാഷയിലുള്ള ഒരു ആരോപണം വരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെ സമാധാന ചർച്ചകൾ കാര്യമായി തന്നെ പുരോഗമിക്കുന്നതിനിടെ ഈ യുക്രൈൻ നഗരങ്ങൾ റഷ്യ ഇപ്പോൾ നിലവിൽ ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കരിങ്കടലിലുള്ള യുക്രൈൻ്റെ ഒരു സാന്നിധ്യം അത് ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അത് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. റഷ്യയുടെ ഷാഡോ ഷിപ്സിന് നേരെ നടന്ന ആക്രമണം, അതായത് റഷ്യ അവരുടെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി, അതുപോലെ തന്നെ അവരുടെ വ്യാപാരം ഉൾപ്പെടെ നിയന്ത്രിക്കാനായിട്ടുള്ള ഈ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അവരുടെ വ്യാപാരം ഉൾപ്പെടെ നിയന്ത്രിക്കാനായിട്ട് കരിങ്കടലിൽ ഉൾപ്പെടെ അവരുടെ സാന്നിധ്യം ശക്തമാക്കാൻ ഒരുങ്ങിയ സാഹചര്യത്തിൽ കരിങ്കടലിൽ വിന്യസിച്ചിരുന്നതായിരുന്നു റഷ്യയുടെ ഈ ഷിപ്പുകൾ. ആ ഷിപ്പുകൾക്ക് നേരെ യുക്രൈൻ സേനയുടെ ആക്രമണമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു, ഇനി യുക്രൈനെ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല, കരിങ്കടലിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള പോർട്ട് സിറ്റികൾക്ക് നേരെ ഉൾപ്പെടെ ഒഡീസി എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റിക്ക് നേരെ ഇപ്പോൾ നിലവിൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാർഗീവിലുള്ള പല മേഖലകളിലും, അത് യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിലാണ്, ഡോൺബാസ് മേഖല ഉൾപ്പെടെ റഷ്യ പിടിച്ചടക്കിയിരുന്നു. ഇപ്പോൾ ഖാർഗീവിൽ കൂടുതൽ ആക്രമണം കടുപ്പിച്ച് അവിടെയുള്ള കൂടുതൽ നഗരങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളുടെയും ഉൾപ്പെടെ നിയന്ത്രണം റഷ്യ പിടിച്ചെടുത്ത സാഹചര്യമുണ്ട്. റഷ്യ നിലവിൽ ഈ ആക്രമണം കടുപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു
ഉദ്ദേശം കൂടിയുണ്ട്. ഈ സമാധാന ചർച്ചകൾ റഷ്യ മുൻഗണന കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അത് യുക്രൈന് വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. ഇക്കാര്യത്തിൽ എന്നാൽ യുക്രൈൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ റഷ്യ തങ്ങളുടെ ഈ ആവശ്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഡോൺബാസ് മേഖലയ്ക്ക് പുറമെ മറ്റ് മേഖലകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നിലവിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഖാർഗീവിലുള്ള പ്രദേശങ്ങൾ കൂടി പിടിച്ചടക്കുകയാണെങ്കിൽ അത് റഷ്യയ്ക്ക് കൂടുതൽ നേട്ടമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് യുക്രൈന് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, അജയ് സുധാബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഘോഷയാത്ര ഡിസംബർ 26 വൈകിട്ട് ശരംകുത്തിയിലെത്തും. തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കുന്ന തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന നടക്കുക. 27-നാണ് മണ്ഡലപൂജ നടക്കുക. ശശിനാരായണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശശിനാരായണൻ, തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെ വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കൊക്കെ ഉണ്ടോ ഈ തങ്കയങ്കി കാണാനായി? സന്നിധാനത്തെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? അനുശ്രീ, തങ്കയങ്കി രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. എന്തായാലും പുലർച്ചയോടുകൂടി തന്നെ തങ്കയങ്കി ദർശിക്കാൻ നിരവധി പേരാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രാവിലെ സ്ട്രോങ് റൂമിൽ നിന്നും പുറത്തെടുത്ത തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ തിരുവോലിന് മുമ്പിലാണ് ദർശനത്തിന് വെച്ചിരുന്നത്. അതിനുശേഷം 7 മണിയോടുകൂടി തന്നെ പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം തങ്കയങ്കി പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലേക്ക് മാറ്റി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം 26-നാണ് തങ്കയങ്കി ശബരിമലയിലെത്തിക്കുക. പിന്നീട് ഈ ദീപാരാധന ചാർത്തിയുള്ള തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. എന്തായാലും ഇന്നത്തെ ദിവസം വിവിധ സ്ഥലങ്ങളിലാണ് തങ്കയങ്കിക്ക് സ്വീകരണമുള്ളത്. ഈ തങ്കയങ്കി കടന്നു വരുന്ന വഴികളിലെല്ലാം ഭക്തർ നിറപറയും അതുപോലെ നിലവിളക്കൊക്കെ വെച്ച് സ്വീകരിച്ചാണ് ഈ തങ്കയങ്കിയെ കടന്നു പോകുന്നത്. പ്രത്യേകം വാഹനത്തിൽ ആയുധ പോലീസിന്റെ സേവനത്തോടു കൂടിയും വിവിധ സ്ഥലങ്ങളിൽ ഭക്തജനങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് തങ്കയങ്കി രഥഘോഷയാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സന്നിധാനത്ത് എത്തിച്ചേരുക. എന്തായാലും ഇന്ന് പല സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം 23-ാം തീയതി ഇന്ന് വൈകിട്ട് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ തങ്കയങ്കി വൈകിട്ട് 7 മണിയോടുകൂടി എത്തിച്ചേരും. അവിടെ വിശ്രമിക്കും. നാളെ 25-ാം തീയതി പെരുന്നാട് ശാസ്താ ക്ഷേത്രത്തിലാണ് തങ്കയങ്കി വിശ്രമിക്കുക. 26-ന് വൈകിട്ട് തങ്കയങ്കി പമ്പയിൽ ഉച്ചയോടുകൂടി പമ്പയിൽ എത്തിച്ചേരും. വൈകിട്ട് 4 മണിയോടുകൂടി ശരംകുത്തിയിലെത്തും. അവിടെ ദേവസ്വം ബോർഡ് ജീവനക്കാര് തങ്കയങ്കി രഥഘോഷയാത്രയെ സ്വീകരിക്കും. തങ്കയങ്കി സ്വീകരിച്ചതിന് ശേഷം പിന്നീട് സന്നിധാനത്തെത്തും. 18-ാം പടിക്ക് മുകളിൽ തന്ത്രിയും മേൽശാന്തിയും കൂടി തങ്കയങ്കിയെ സ്വീകരിച്ചതിന് ശേഷമാണ് ദീപാരാധന, തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. 27 ഉച്ചയ്ക്കാണ് മണ്ഡലപൂജയ്ക്കും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. ഇത്തരത്തിലാണ് ഈ ചടങ്ങ് നടക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കഴിഞ്ഞ വർഷത്തേക്കാൾ പല സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി പ്രാവശ്യം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമല വിഷയം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പല സ്ഥലങ്ങളിലും ഈ പ്രാവശ്യം വലിയ രീതിയിലുള്ള തിരക്ക് തങ്കയങ്കിയെ കാണാനും ദർശിക്കാനും തൊഴുന്നതിനും വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ, അപ്പോൾ പുതിയ സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ തങ്കയങ്കി രഥഘോഷയാത്ര കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ പുതിയ കേന്ദ്രങ്ങൾ ഇപ്രാവശ്യം പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വിവിധ സ്ഥലങ്ങളിലൂടെ ദർശനം നടത്തിയാണ് ഈ തങ്കയങ്കി രഥഘോഷയാത്ര കടന്നു വന്ന് 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്തെത്തിയതും അതിനുശേഷമായിരിക്കും തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുവാൻ ശ്രമിക്കും. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് സന്നിധാനത്തേക്കാണ്. ശബരിമലയിൽ ഇന്ന് കർപ്പൂരാഴിയാണ്, ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴിയാണ് ഇന്ന് നടക്കുക. ഇന്നലെ 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് ദർശനം നടത്തി. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്തെ തങ്കയങ്കി സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? ഇന്ന് എങ്ങനെയാണ് ഭക്തജന തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും, അതായത് ഈ സീസണിൽ എല്ലാ ദിവസവും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കുറവാണ്. അതേ കാഴ്ച തന്നെയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഏതാണ്ട് 1,57,738 ഭക്തരാണ് ഇന്നലെ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും അതേപോലെ തുടരുകയാണ്. ഇന്നലെ ഏതാണ്ട് പുലർച്ചെ 2 മണി വരെയും 18-ാം പടി വഴി ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നു. ഈ രാത്രി 2 മണി സമയത്തൊക്കെയും 18-ാം പടി നിറഞ്ഞ്
ഭക്തർ കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെയും അതേ സ്ഥിതി തന്നെയാണ്. ഏതാണ്ട് എല്ലാ ദിവസവും തിരക്ക് കുറവുള്ള ദിവസവും രാവിലെ നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ ഒരു 7 മണി 8 മണി സമയം വരെ ഏതാണ്ടൊരു 30,000-ഓളം ഭക്തർ കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. ഇന്നും ഫ്ലൈ ഓവറും ഒപ്പം തന്നെ ഈ നടപ്പന്തലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായും ഉത്സവാന്തരീക്ഷത്തിലേക്ക് മാറുന്നു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നാളെ ഇന്ന് ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി, നാളെ പോലീസിൻ്റെ കർപ്പൂരാഴി, അങ്ങനെ വലിയ ആഘോഷത്തിലേക്ക് സന്നിധാനം കടക്കുകയാണ്. 26-ന് ഉച്ചയോടെ പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്ര എത്തും. തുടർന്ന് വൈകുന്നേരമാണ് ഏതാണ്ട് ദീപാരാധനയ്ക്ക് മുന്നോടിയായി 18-ാം പടി ചവിട്ടി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തും. തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് വളരെ പ്രധാനപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം രാവിലെ 11 മണിയോടുകൂടിയാണ് മണ്ഡല പൂജയ്ക്കുള്ള മുഹൂർത്തം. അരമണിക്കൂർ ആണ് മുഹൂർത്തമുള്ളത്. ആ സമയത്തായിരിക്കും മണ്ഡല പൂജ നടക്കുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ശബരിമല സന്നിധാനം നിറഞ്ഞു കവിഞ്ഞൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരു സീസൺ അതുകൊണ്ട് മണ്ഡല പൂജയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഏതാണ്ട് നിലവിൽ ഇത്രയധികം വലിയ തിരക്കുകൾ ഉണ്ടാകുമ്പോഴും ഏതാണ്ട് സുഗമമായ കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആളുകളെ കടത്തിവിടുന്നു എന്നത് ആശ്വാസമാണ്. പുല്ലുമേട് വഴിയും ഒപ്പം തന്നെ എരുമേലി കാനന പാത വഴിയും ഒക്കെ ഭക്തരുടെ നീണ്ട നിര തന്നെയാണ്. വലിയ തിരക്ക് തന്നെയാണ് ഇന്നലെയും അനുഭവപ്പെട്ടത്. ശരി, ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തൊണ്ടി മുതൽ ഇനിയും കണ്ടെത്താനാകാതെ SIT. എത്രമാത്രം സ്വർണം നഷ്ടമായെന്നതിലും അന്വേഷണം അവസാനിക്കാറാകുമ്പോഴും വ്യക്തതയില്ല. അതിനിടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുന്ന അവകാശവാദവുമായി ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തനിക്ക് ലഭിച്ച 475 ഗ്രാം സ്വർണത്തിന്റെ വിലയായി 14.97 ലക്ഷം രൂപ 2019 തന്നെ തിരിച്ചടച്ചെന്നാണ് രേഖകൾ സഹിതം അവകാശപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, അന്വേഷണം അവസാന ഘട്ടത്തിലെത്തുമ്പോഴും ഇപ്പോഴും തൊണ്ടി മുതൽ കണ്ടെത്താൻ SITക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി, വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ഇനി അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കും? കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? തീർച്ചയായും കൂടുതൽ അന്വേഷണം ഊർജിതമാക്കി തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് 2020 ദേവസ്വം പ്രസിഡന്റായിരുന്ന A പത്മകുമാറിൻ്റെ ഈ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്ന 2 അംഗങ്ങൾ, അതായത് വിജയകുമാറും ഒപ്പം തന്നെ ശങ്കർദാസും, ഇവരെയൊക്കെ അന്ന് എന്തുകൊണ്ട് ഇതിൽ കൃത്യമായി ചോദ്യം ചെയ്തില്ല? ഒപ്പം തന്നെ അവരെയും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. സ്വാഭാവികമായും അന്ന് ഇവർ മൊഴി നൽകിയിരുന്നത് എല്ലാം ചെയ്ത് പത്മകുമാർ ആണ് എന്നുള്ളതായിരുന്നു. ഇത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നുള്ള ചില സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ SIT തന്നെ ഇവരെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഒരു വേഗത ഈ അന്വേഷണത്തിന് കൈവന്നതും ഇതിന് പിന്നാലെയാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഗോവർദ്ധൻ്റെയും ഒപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ അടക്കം അറസ്റ്റ് ഇതിന് പിന്നാലെ തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ഈ അന്വേഷണത്തിൽ ഒരു കൃത്യമായ മറുപടി, അതായത് തൊണ്ടി മുതൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ഇതുവരെയും SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനോടകം തന്നെ ഈ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് 474 ഗ്രാം സ്വർണവും 109 ഗ്രാം സ്വർണം അല്ലാതെയും കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവയൊക്കെ ഇതിന് പകരമായി കണ്ടെത്തിയിട്ടുള്ള സ്വർണം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. അത് ഈ തൊണ്ടി മുതലല്ല എന്നുള്ളതാണ് ഏറ്റവും കുഴപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ കളവ് പോയി എന്ന് കരുതപ്പെടുന്ന 1.5 കിലോയോളം വരുന്ന സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കണ്ടെത്താൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏകദേശം 3 ആഴ്ച മാത്രമാണ് ഈ ഒരു അന്വേഷണത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ തന്നെ ഇവ കണ്ടുപിടിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റെവിടേക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും SIT പരിശോധിച്ച് വരികയും ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ED ഈ ഒരു കേസിൻ്റെ ഭാഗമായി വന്ന സാഹചര്യത്തിൽ മറ്റു തലത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. നിലവിൽ ഈ ഗോവർദ്ധൻ നൽകിയിട്ടുള്ള ചില മൊഴികളുണ്ട്. അതായത് ഈ ജാമ്യം അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ ഗോവർദ്ധൻ സമീപിക്കുമ്പോൾ അവിടെ ചില തെളിവുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട ഗോവർദ്ധൻ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് 2020 താൻ
പരിതപിച്ചുകൊണ്ട് പശ്ചാത്താപം എന്ന രീതിയിൽ 10 പവൻ സ്വർണം നൽകിയിരുന്നു. ഇതടക്കം ഇത്തരത്തിൽ ഇതിൻ്റെ മഹസറിലോ അല്ലെങ്കിൽ അവിടുത്തെ രേഖകളിലോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ അന്വേഷണം നടക്കുന്നതിന് ഏകദേശം 2 വർഷം മുമ്പ് മാത്രമാണ്, അതായത് ഈ 2 മാസം മുമ്പ് മാത്രമാണ് ഈ 10 പവൻ സ്വർണത്തിൻ്റെ അടക്കം കാര്യങ്ങൾ ഈ മഹസറിൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ലഭ്യമാകുമ്പോൾ അവ ചില നടപടിക്രമങ്ങളുണ്ട്, അത് മഹസറിൽ രേഖപ്പെടുത്തും. ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷൻ ഇത് കൈമാറുക എന്നുള്ളതൊരു ചട്ടമെന്ന രീതിയിലുണ്ട്. അതിനുശേഷം ലോക്കറിലേക്ക് മാറ്റേണ്ടതാണ് എങ്കിൽ അത് ലോക്കറിലേക്ക് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണം നൽകിയത് ഇത്തരത്തിൽ മാളികപ്പുറത്തിലേക്കാണ്. അവിടെയാണ് ഈ ഒരു മാല സമർപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ ഈ തന്നിൽ നിന്ന് പിടിച്ചെടുത്ത 474 ഗ്രാം സ്വർണം അത് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് SIT വാങ്ങിച്ചെടുത്തത്. തന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഇവ ഏകദേശം 80 ലക്ഷത്തോളം മൂല്യം വരുന്ന സ്വർണമാണ് തൻ്റെ പക്കൽ നിന്ന് കൊണ്ടുപോയത്. ഇത് പിന്നീട് ഇവിടെ നിന്ന്, അതായത് ശബരിമലയിൽ നിന്ന് അതായത് കൊള്ളയടിച്ച ഈ സ്വർണ്ണമാണെന്ന് വരുത്തി തീർക്കാൻ SIT ശ്രമം നടത്തുകയായിരുന്നു എന്നുള്ള ചില ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഗോവർദ്ധൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ചില കണ്ടെത്തലുകൾ SITയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവർ 3 പേരും ദീർഘകാലങ്ങളായി ഇത്തരത്തിൽ ഒരു സംഘമായി പ്രവർത്തിക്കുകയായിരുന്നു. പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനും ഏകദേശം 15 വർഷത്തോളമായി അവർക്ക് പരിചയമുണ്ട്. ദീർഘകാലമായിട്ടുള്ള ബന്ധങ്ങൾ തന്നെയാണ്. പിന്നീട് ഇവർ 3 പേരും ചേർന്ന് തന്നെയാണ് ഈ ഒരു സംഘമായി പ്രവർത്തിച്ചു കൊണ്ട് തന്നെയാണ് ഈ ഉരുപ്പടികളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റുന്നതിന് ഏകദേശം 6 മാസം മുമ്പ് ഇതിന് ഗൂഢാലോചനകൾ നടന്നു. അതിനു മുമ്പ് കൃത്യമായി പ്ലാനിങ്ങൾ നടന്നു. അതിനുശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തതെന്നുള്ള ചില കണ്ടെത്തലുകൾ SITയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിന് ഈ ദേവസ്വം ബോർഡും ഒക്കെ കൂട്ടുനിന്നു എന്നുള്ള ചില നിർണായക വിവരങ്ങൾ കൂടിയുണ്ട്. നേരത്തെ ഗോവർദ്ധൻ അടക്കം ഇക്കാര്യത്തിൽ തനിക്കൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്, ആദ്യഘട്ടങ്ങളിലൊക്കെ പറയുകയും ചെയ്യുന്നത്. നേരത്തെ ബംഗളൂരുവിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ച് ഇവരെയൊക്കെ ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തതായിരുന്നു. പിന്നാലെയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് ഹൈക്കോടതി കൂടി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെ SIT കൂടുതൽ നടപടികളിലേക്ക്, കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും കൂടുതൽ വേഗം ഇതിനൊരു വരി കൈവരിക്കുകയും ചെയ്തതെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും. കൂടുതൽ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം വരും മണിക്കൂറുകളിലൊക്കെ തന്നെ വരുന്ന, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോഴും കണ്ടെത്താനാകാത്ത പശ്ചാത്തലം, ഈ 1.5 കിലോ സ്വർണം, ഈ തൊണ്ടി മുതൽ എന്ന് പറയുന്ന 1.5 കിലോളം സ്വർണം ഇതുവരെയും എവിടെയാണ്, അല്ലെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ഇതുവരെയും SITക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 3 ആഴ്ച കൂടി മാത്രമേ SITക്ക് ഇനി സമയമുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബരിമല വിഷയത്തിൽ CPM-ൽ 2 നിലപാട്. ശബരിമല തിരിച്ചടിയായെന്ന് സംഘടനാ റിപ്പോർട്ടിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് പറഞ്ഞപ്പോൾ തിരിച്ചടിയായിട്ടില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് കുറ്റകൃത്യത്തിൽ വ്യക്തത വരാത്തതുകൊണ്ടാണെന്നും MV ഗോവിന്ദൻ യോഗത്തിൽ വിശദീകരിച്ചു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടോ, സാങ്കേതിക പിഴവാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് എങ്ങനെ തിരിച്ചടിയാകുമെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് മുൻ മേയറും MLA-യുമായ VK പ്രശാന്ത്. CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം. മേയർ ജനകീയമായി പ്രവർത്തിക്കാത്തത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടിലാണ് MLA-മാരെന്ന് യോഗത്തിൽ K. ആൻസലൻ ചൂണ്ടിക്കാട്ടി. കണ്ണൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണെന്നാണ് സൂചന. മകളായ ഹിമ, കണ്ണൻ എന്നിവരെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും അമ്മയുഷയും ജീവനൊടുക്കിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുറിയിൽ നിന്ന് കീടനാശിനി കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പയ്യന്നൂരിൽ നിന്ന് രജീഷ് കുളങ്ങര ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, ആത്മഹത്യ തന്നെയാണോ പോലീസിന്റെ നിഗമനം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? രാമന്തളി സെന്റർ വടക്കുംപാട് റോഡിന് സമീപം താമസിക്കുന്ന കോയിത്തട്ട താഴത്തെ വീട്ടിൽ ഉഷ, ഇവരുടെ മകൻ കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലാധരനെയും അമ്മ ഉഷയെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മക്കൾ 2 പേർ നിലത്ത് മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്.
ഇന്നലെ രാത്രി 8 മണിയോടെ മരിച്ച ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മൃതദേഹങ്ങൾ കണ്ടത്. മക്കൾക്ക് വിഷം നൽകി കലാധരനും ഉഷയും തൂങ്ങി മരിച്ചതാണ് എന്നാണ് സംശയിക്കുന്നത്. മൃതദേഹങ്ങൾ കിടന്ന മുറിയിലെ മേശയുടെ മുകളിൽ നിന്നും മദ്യക്കുപ്പിയും കീടനാശിനിയുടെ കുപ്പിയും പാലും കണ്ടെത്തിയിരുന്നു. ഒരു ആത്മഹത്യാക്കുറിപ്പും ഈ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത് എന്നാണ് അറിയുന്നത്. കുറച്ചു കാലമായി ഇവർ അകന്ന് കഴിയുകയുമാണ്. കുടുംബ കോടതിയിൽ കേസും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കുടുംബ കോടതിയിൽ കേസും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കലാധരന്റെ കൂടെ താമസിക്കുന്ന മക്കളെ അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധി ഉണ്ടായിരുന്നു എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് കലാധരന്റെ ഭാര്യ മക്കളെ ആവശ്യപ്പെട്ട് പലതവണ വിളിച്ചതായി കലാധരന്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. കുട്ടികളെ വിട്ടു നൽകാത്തതിനെ തുടർന്ന് നയൻതാര കണ്ണൂർ ക്രൈംബ്രാഞ്ചിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായി പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിദാരുണമായ സംഭവം നടന്നത്. രാത്രി വീട്ടിലെത്തിയ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനാണ് മുറിയിൽ മൃതദേഹങ്ങൾ കണ്ടത്. മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ വീട്ടിലെത്തിക്കും. ശരി, രജീഷ് കുളങ്ങരയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന രാം നാരായണൻ എന്ന ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോലീസ് 4 RSS പ്രവർത്തകർ ഉൾപ്പെടെ 5 പേരാണ് അറസ്റ്റിലായത്. ഇനിയും 10 പേരെ പിടികൂടാനുണ്ട്. മിക്ക പ്രതികളും സംസ്ഥാനം വിട്ടതായാണ് സൂചന. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി PM ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിൽ ആൾക്കൂട്ടക്കൊല, SC/ST അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ഇന്നലെ അറിയിച്ചിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം രാവിലെ 11:30 വിമാനത്തിൽ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. വയനാട്ടിലെ പുൽപ്പള്ളി മേഖലയിൽ 2 കടുവകൾ കൂടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നുണ്ടെന്ന് വനം വകുപ്പിന് സ്ഥിരീകരിച്ചു. ഇതിൽ ഒരു കടുവയ്ക്ക് പ്രായ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വളർത്തുമൃഗങ്ങളെ പിടികൂടാനും മനുഷ്യരെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. മാറിനെ കൊലപ്പെടുത്തിയതും പ്രായ കൂടുതലുള്ള കടുവയാണെന്നാണ് നിഗമനം. വനത്തിൽ പോകുന്ന ഗോത്ര വിഭാഗക്കാർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും വനംവകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ധനസഹായത്തിന്റെ അപേക്ഷാ ഫോം ഇന്നു മുതൽ വിതരണം ചെയ്യും. 35-നും 60-നും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് പദ്ധതി. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. മറ്റു സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഗുണഭോക്താക്കളാകാത്തവർക്ക് ഇതുവഴി പ്രയോജനം ലഭിക്കും. സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമാണ് ആനുകൂല്യമുള്ളത്. ഇനി രാവിലെയിലൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ മടങ്ങിയത്. റോഡിലെ വെള്ളക്കെട്ടും ചെളിയും മൂലം പ്രയാസത്തിലായിരിക്കുകയാണ് യാത്രക്കാരും നാട്ടുകാരും. കോഴിക്കോട് മുക്കം മാമ്പറ്റ ബൈപ്പാസിലെ കുറ്റിപ്പാല അങ്ങാടിയിലാണ് ഈ ദുരവസ്ഥയുള്ളത്. 1.5 വർഷം മുൻപ് നവീകരണം തുടങ്ങിയ റോഡിൽ ഏറെ പ്രയാസപ്പെട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ യാത്ര. മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിൽ നവീകരണം തുടങ്ങിയിട്ട് 1.5 വർഷമാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പ് പൊട്ടിയതാണ് ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. പുതിയ പൈപ്പ് ഇടാനെടുത്ത കുഴി വെള്ളം കെട്ടി ചെളിക്കുളമായി. വൻതോതിൽ വെള്ളം റോഡിലേക്കും ഒഴുകിയെത്തുന്നു. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഏറെ കഷ്ടപ്പെടുകയാണ്. പലവട്ടം നാട്ടുകാർ പ്രതിഷേധിച്ചു. പണി തുടങ്ങിയിട്ട് 15 മാസമായില്ല. പണി തുടങ്ങിയിട്ട് 3-4 പണിക്കാരെ വെച്ചിട്ടാണ് പണിയെടുപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം, ഒരു 5-6 കൂടുതൽ പണിക്കാരില്ല. ഇപ്പോൾ ഈ അഗസ്റ്റ് പണി ബ്ലോക്കും കൂടി വന്നോട് കൂടിയിട്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്ത് എല്ലാവരും പാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഇലക്ഷൻ അടുപ്പിച്ച് പണിയൊന്ന് നിർത്തി വെച്ചു. ഇപ്പോൾ രണ്ടാമത് വീണ്ടും തുടങ്ങി. ഇവിടെ ഈ കാണുന്ന വെള്ളക്കൊട്ട് ഏകദേശം തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായില്ലേ. നിരന്തരം പൈപ്പ് പൊട്ടി വാട്ടർ അതോറിറ്റിന്റെ വെള്ളം ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ വലിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിക്കോ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇതിനോട് യാതൊരു താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഓല് പെരുമാറുന്നത്. മുക്കം അഗസ്ത്യൻമുഴിയിൽ ഗതാഗത കുരുക്കിൽ മണിക്കൂറുകളാണ് ആളുകൾ വലയുന്നത്. അപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോന്ന് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ പണിയൊക്കെ നിർത്തി വെച്ചായിട്ട് ആൾക്കാരെ എതിർപ്പ് കൂടിയുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ട് ഇപ്പൊ ഈ വേനൽക്കാലമായി മഴ ഒന്നുമില്ല, പക്ഷെ അവിടെ റോഡിൽ വെള്ളമാണ്. ഇവിടെ അടുത്ത് സ്കൂളുണ്ട്. ഇപ്പൊ അഗസ്ത്യൻമുഴിയിൽ ബ്ലോക്ക് വരികയാണെങ്കിൽ കൂടുതൽ ആൾ ആശ്രയിക്കുന്ന റോഡ് ഇതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും പ്രവൃത്തി വൈകാൻ കാരണമായി. ന്യൂസ് 18 കോഴിക്കോട്.
മൂന്നാറിൽ തണുപ്പ് വർദ്ധിച്ചതോടെ തേയില കൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പലയിടങ്ങളിലും താപനില -ഡിഗ്രിയിലെത്തിയതിന് പിന്നാലെ ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങി. കനത്ത മഞ്ഞുവീഴ്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന ശക്തമായ വെയിലും ചൂടുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മൂന്നാറിലും പരിസര പ്രദേശത്തും -ഡിഗ്രി താപനിലയാണ് സ്ഥിരമായി രേഖപ്പെടുത്തുന്നത്. തണുപ്പ് ശക്തമായതോടെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചു. എന്നാൽ മഞ്ഞുവീഴ്ച തോട്ടമേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഏക്കർ കണക്കിന് തേയിലച്ചെടികളാണ് മഞ്ഞുവീഴ്ചയിൽ നശിച്ചത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ 30 ഏക്കറും കണ്ണൻ ദേവൻ കമ്പനിയുടെ 100 ഹെക്ടറോളം തേയിലച്ചെടികളുമാണ് കരിഞ്ഞുണങ്ങിയത്. പുലർച്ചെയുണ്ടാകുന്ന ശക്തമായ മഞ്ഞുവീഴ്ചയും ഇതിനുശേഷം അതിശക്തമായ ചൂടും അനുഭവപ്പെടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഏകദേശം 121 ഏക്കറോളം സ്ഥലത്ത് മഞ്ഞ് വന്നടിഞ്ഞ് ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 1500ഓളം തൊഴിലാളികൾക്ക് ഈ 3 മാസത്തേക്ക് വേല ചെയ്യേണ്ടിയിരുന്ന കൊളുന്ത് ഞങ്ങൾക്ക് ഇതുമൂലം നഷ്ടമായിരിക്കുകയാണ്. ഇത് എന്തായിരുന്നു സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പൊതുവെ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു എസ്റ്റേറ്റിൽ ഇതേ ഒരു അവസ്ഥ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളത്. അന്ന് ഏകദേശം ഇത്രയും തന്നെ ഒരു 125 ഏക്കറോളം സ്ഥലം ഇതുപോലെ തേയില കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് മഞ്ഞും വീണ് തേയിലയുടെ മേളിൽ പൂർണ്ണമായിട്ടും ഈ മഞ്ഞുപാളികളാൽ നിറയുകയാണ് ആ ഒരു അവസ്ഥ വരുന്നത്. ഏറ്റവും മികച്ച കൊളുന്ത് ലഭിക്കുന്ന പ്രദേശത്താണ് തേയിലച്ചെടികൾ വ്യാപകമായി കരിഞ്ഞുണങ്ങിയത്. ഇവ വീണ്ടും വിളവെടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ മാസങ്ങൾ വേണ്ടിവരും. 3 വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ മഞ്ഞുവീഴ്ച മൂന്നാറിലെ തോട്ടമേഖലയെ പ്രതികൂലമായി ബാധിച്ചത്. വരും ദിവസങ്ങളിൽ സമാനമായ താപനില മൈനസിൽ തുടർന്നാൽ തോട്ടമേഖലയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് തൊഴിൽ മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് 18 ഇടുക്കി. കേരളമാകെ ഒരാഴ്ചയായി കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. കോഴിക്കോട് മലയോര മേഖലയിൽ അതിശൈത്യത്തെ മറികടക്കാൻ പ്രഭാത സവാരിക്കാർ തെരഞ്ഞെടുത്ത രീതി കുറച്ച് കൗതുകകരമാണ്. പഴമക്കാരെ പോലെ വിറകും ചപ്പുചവറുകളും ഉപയോഗിച്ച് തീ കാഞ്ഞാണ് ഇവർ തണുപ്പിൽ നിന്ന് രക്ഷ തേടുന്നത്. ഒരാഴ്ചക്കാലമായി കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് അനുഭവപ്പെടുന്നത് അതിശൈത്യമാണ്. ഇതോടെയാണ് തണുപ്പിനെ മറികടക്കാൻ ഏതാനും പ്രഭാത സവാരിക്കാർ പഴമക്കാരുടെ വഴി തെരഞ്ഞെടുത്തത്. മുക്കം വാക്കിംഗ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിറകുകളും ചപ്പുചവറുകളും ഉപയോഗിച്ച് തീ കായാനുള്ള സൗകര്യമൊരുക്കിയത്. മുക്കം ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത്. രാവിലെ വ്യായാമത്തിന് വീട്ടിൽ നിന്നിറങ്ങുന്ന നിരവധി പേരാണ് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഇവിടേക്ക് എത്തുന്നത്. നമ്മള് മലയോര മേഖലയിൽ അതിശക്തമായ ശൈത്യമാണ്. രാവിലെ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു തണുപ്പ് കിട്ടിയില്ല. വളരെ ഒരു 3-4 ദിവസമായിട്ട് പ്രത്യേകിച്ചും വളരെ മരങ്ക വെച്ച തണുപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു വലിയ തണുപ്പ്. അതിരാവിലെ എഴുന്നേൽക്കും നടക്കുന്ന ആളുകൾക്കൊക്കെ വലിയ തണുപ്പാണ്. മലയോര മേഖലയായ കക്കാടംപൊയിൽ, പൂവാറൻതോട്, പുല്ലൂരാമ്പാറ എന്നിവിടങ്ങളിൽ രാത്രികാലങ്ങളിൽ താപനിലയിൽ വൻ കുറവാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് മേഖലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലയോരത്ത് അതീവ ശൈത്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് ഒരു റിസോർട്ടിൽ അവിടെ വന്ന ഒരാൾ കാല് കോച്ചിപ്പോയിന് രാത്രി പൂളിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ഈ കാല് കോച്ചിപ്പോയിട്ട് കാരണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ രാവിലെയൊക്കെ നല്ല മഞ്ഞാണ്. വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. മഞ്ഞിനെ തുടർന്നുള്ള പനി, ജലദോഷം ഉൾപ്പെടെയുള്ള രോഗങ്ങളും മലയോര മേഖലയിൽ വ്യാപിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ചത് കോൺഗ്രസ്. 29.17% വോട്ടുകളാണ് കോൺഗ്രസ് നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ള CPM നേടിയത് 27.16% വോട്ടുകളാണ്. വൻ അവകാശവാദങ്ങൾ ഉന്നയിച്ച BJPക്ക് 14.76% വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. വോട്ട് വിഹിതത്തിന്റെ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു.
വോട്ട് വീതത്തിന്റെ കണക്കുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. BJPക്ക് 14.7% വോട്ടുകൾ BJP നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ CPMന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 27.16% വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴിതാ വോട്ട് ശതമാനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബലാബലം അനുശ്രീ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് ഏറെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത്. UDFന് വലിയ രാഷ്ട്രീയ മേൽക്കോയ്മ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞു പോയത്. മുന്നണികൾ വലിയ രീതിയിലുള്ള വോട്ട് സമാഹരിച്ചപ്പോൾ ആരാണ് മുന്നിൽ എന്നതിൻ്റെ ഔദ്യോഗിക കണക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നത്. ഈ കണക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ വോട്ട് സമാഹരിച്ച പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ വ്യത്യസ്തമായ ചിത്രമാണ്. നോക്കുക, കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചത് 1,60,00,000 വരുന്ന വോട്ടുകളാണ്. അതായത് മൊത്തം വോട്ടുകളുടെ 29.17%. അതേസമയം രണ്ടാം സ്ഥാനത്ത് വരുന്നത് CPM ആണ്. 1,49,00,000 വോട്ടുകളാണ് ഇവർ സമാഹരിച്ചത്. വോട്ട് കണക്ക് ശതമാനം നോക്കുമ്പോൾ 27%, 27.16%. അതായത് കോൺഗ്രസിനേക്കാൾ 2% ഡിഫറൻസാണ് കോൺഗ്രസും CPM തമ്മിലുണ്ടായിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് BJP ആണ്. BJP 81 ലക്ഷം വോട്ടുകളാണ് സംസ്ഥാനത്ത് സമാഹരിച്ചത്. അവരുടെ വോട്ട് ശതമാനം നോക്കുമ്പോൾ 14.176. ഇതാണ് മൂന്നാം സ്ഥാനത്തെ കണക്കുകൾ. പിന്നീട് നോക്കുമ്പോൾ മുസ്ലിം ലീഗാണ് അടുത്ത പാർട്ടി. മുസ്ലിം ലീഗ് 53 ലക്ഷം വോട്ടുകൾ സമാഹരിച്ചു. ശതമാനം നോക്കുമ്പോൾ 9.77%. CPI ആണ് പിന്നീട് വരുന്നത്. CPI ആണ് അഞ്ചാമതായി വരുന്ന രാഷ്ട്രീയ പാർട്ടി. CPI 30 ലക്ഷം വോട്ടുകൾ, ഏകദേശം 5.58%. കേരള കോൺഗ്രസ് ആണ് ഈ കേരള കോൺഗ്രസ് പാർട്ടികളിലെ ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിച്ചിരിക്കുന്നത്. അത് പക്ഷേ കേരള കോൺഗ്രസ് രണ്ട് പാർട്ടികളും തമ്മിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. എങ്കിലും 1.62 ആണ് കേരള കോൺഗ്രസ് സമാഹരിച്ചിരിക്കുന്ന വോട്ടുകൾ. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സമാഹരിച്ചിരിക്കുന്ന 1.33 വോട്ടുകൾ. നമ്മളിപ്പോൾ പരാമർശിച്ച ഈ പാർട്ടികൾ മാത്രമേ 1% അതിന് മുകളിലേക്കോ വോട്ടുകൾ കേരളത്തിൽ സമാഹരിച്ചിട്ടുള്ളൂ എന്നതാണ് സാഹചര്യം. പിന്നീട് വരുന്നത് ചെറിയ പാർട്ടികളാണ്. NCP, RSP, RJD അടക്കമുള്ള പാർട്ടികൾ 1% താഴെ വോട്ടുകൾ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചിട്ടുള്ളൂ എന്നതാണ് സാഹചര്യം. പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും അവർക്ക് മുന്നണി അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ടുകളുടെ കണക്ക് കൂടിയാണിത്. ഇനി മറ്റൊരു കണക്ക് കൂടി നമുക്ക് നോക്കാം. മുന്നണികൾ എത്ര കണ്ട് വോട്ടുകൾ സമാഹരിച്ചു എന്ന കണക്ക്. മുന്നണികളുടെ വോട്ട് ശതമാനം നോക്കുമ്പോൾ നോക്കുക, UDF 41.15% വോട്ടുകൾ സമാഹരിച്ചു. ഇടതുമുന്നണി 36.25%. ഏകദേശം 5% ഡിഫറൻസാണ് LDFും UDFും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം NDA 15.02 എന്ന ശതമാനം മാത്രമാണ് സമാഹരിച്ചത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തവണ BJP NDA വലിയ വോട്ട് സമാഹരണം നടത്തുമെന്ന അവകാശവാദം അവർക്കുണ്ടായിരുന്നു. 25% എന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ നടത്തിയത്. പക്ഷേ അതിൻ്റെ അടുത്തെത്താൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. 14% പരമാണ് BJP തനിച്ച് സമാഹരിച്ചത്. അവരുടെ മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ 15% വരും. 15.02% മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ നേട്ടമൊക്കെ അവർക്ക് അവകാശപ്പെടാമെങ്കിലും സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ BJPക്ക് വോട്ട് വളർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ് ആ കണക്കിൻ്റെ ഒരു പ്രത്യേകതയായി കൂടി വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മുൻ തെരഞ്ഞെടുപ്പുകൾക്ക് കൂടി കിട്ടിയ താരതമ്യമാണ്. അത് നോക്കുമ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു കണക്ക് കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ താരതമ്യം നോക്കുക. ലോക്സഭ 2024 നടന്ന ലോക്സഭയുടെ ശതമാനവുമായി നോക്കുമ്പോൾ UDF 43%. തദ്ദേശം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അത് 41% കുറഞ്ഞു. ഇടതുമുന്നണിക്ക് 33% കഴിഞ്ഞ ലോക്സഭയിൽ. ഈ 2025 ഈ കഴിഞ്ഞ തദ്ദേശത്തിലേക്ക് വരുമ്പോൾ അത് 36% വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. NDAക്ക് 19%, BJP ഉൾപ്പെടുന്ന മുന്നണിക്ക് 19% വോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അവർക്കത് 15% കുറഞ്ഞുപോയി എന്നതാണ് സാഹചര്യം. അതായത് ലോക്സഭയുടെ ചിത്രവും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രവും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം സംസ്ഥാന ഭരണത്തിലടക്കം ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും ഇടതുമുന്നണി നോക്കുമ്പോൾ സംസ്ഥാനത്തെ പാർട്ടികളുടെ ചിത്രം പരിശോധിക്കുമ്പോൾ CPM ആണ് ഏറ്റവും അധികം വോട്ട് സമാഹരിച്ചത്. പക്ഷേ ഇത്തവണത്തെ കണക്ക് നോക്കുമ്പോൾ അതിൽ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും അധികം വോട്ട് സമാഹരിച്ച് ഒന്നാമത്തെ പാർട്ടി ആയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ശ്രദ്ധിക്കുക, ഈ കണക്കുകൾ പുറത്തു വരുന്നത് ഓരോ പാർട്ടികളും
മത്സരിക്കുമ്പോൾ അവർ മുന്നണി അടിസ്ഥാനത്തിൽ നേടുന്ന വോട്ടുകൾ കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച പാർട്ടികൾക്ക് കൂടുതൽ വലിയ വോട്ട് ശതമാനം ഉണ്ടാകുമെന്നതാണ് ഈ കണക്കുകളുടെ പ്രത്യേകത. മുസ്ലിം ലീഗ് 4ാമത് വന്നിരിക്കുന്ന പാർട്ടിയാണ്. നമുക്കറിയാം മുസ്ലിം ലീഗ് ചില പോക്കറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന പാർട്ടിയാണെങ്കിൽ കൂടിയും അവർക്ക് 9% വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. മലപ്പുറത്തൊക്കെ ഇത്തവണ ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ കണക്കൂടി നോക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. BJP സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും തന്നെ ഏറെക്കുറെ മത്സരിച്ച, സംസ്ഥാനാടിസ്ഥാനത്തിൽ ഏറെക്കുറെ പൂർണ്ണമായി മത്സരിച്ച BJPക്ക് 14% വോട്ടുകൾ നേടിയപ്പോൾ ചില പോക്കറ്റുകളിൽ മാത്രം മത്സരിച്ച മുസ്ലിം ലീഗിന് പക്ഷേ 9% വോട്ടുകൾ സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. പക്ഷേ ഇത് ഏതെങ്കിലും സംസ്ഥാനാടിസ്ഥാനത്തിൽ ഒരു പാർട്ടിയുടെ സ്വാധീന ശക്തിയായി മാത്രം കണക്കൂട്ടാൻ കഴിയില്ല. പക്ഷേ മുന്നണി അടിസ്ഥാനത്തിൽ അവർക്ക് നേടിയ വോട്ടുകൾ കൂടിയാണ് ഈ തരത്തിൽ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഔദ്യോഗികമായ കണക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വോട്ട് കണക്കുകൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും നിയമസഭയിലെ മുന്നണികളുടെ പാർട്ടികളുടെ ഒരുക്കങ്ങൾ. ശരി, TG സജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെത്തും. ഇന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. പുതിയ നയതന്ത്ര സാമ്പത്തിക കരാറുകളിൽ ചർച്ച നടത്തുമെന്നാണ് വിവരം. എസ് ജയശങ്കർ ഇന്ന് ശ്രീലങ്കയിലെത്തുകയാണ്. പല വിഷയങ്ങളിലും ചർച്ച നടക്കാനുള്ള സാധ്യതകളുമുണ്ട്. ശ്രീലങ്കൻ പ്രസിഡന്റായ അനുരകുമാര ദിസനായകയുമായുള്ള കൂടിക്കാഴ്ചയും ഇന്ന് നടക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അജയ് സുധാവിജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇന്ന് എന്തൊക്കെ വിഷയങ്ങളിലാണ് കൂടുതൽ ചർച്ച നടക്കുക? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുശ്രീ, ഇന്നലെ വൈകിട്ടാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ശ്രീലങ്കയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ ഔദ്യോഗിക ശ്രീലങ്കൻ സന്ദർശനമാണ്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം അവസാനമായി ശ്രീലങ്കയിലെത്തിയത്. നിലവിലെ സന്ദർശനം പ്രധാനമായിട്ടും 2 കാര്യങ്ങളെ ഉദ്ദേശിച്ചാണ്. ഇന്ത്യ ശ്രീലങ്കയിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഗർ ബന്ധുവിൻ്റെ പുരോഗതി അത് എസ് ജയശങ്കർ വിലയിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ മാസം ശ്രീലങ്കയിൽ വീശിയടിച്ച് വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു ചുഴലിക്കാറ്റായിരുന്നു ഡിറ്റ്വ എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ പ്രളയവും അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ, അത് ശ്രീലങ്കയിലെ നിരവധി ജില്ലകളെ ബാധിച്ച ഒരു മഹാപ്രതിസന്ധിയായിരുന്നു. ഒരുപാട് പേർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള ധനസഹായം, അതുപോലെ തന്നെ ഭക്ഷണം, മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ സൈന്യത്തെ അയച്ചിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്ന പ്രത്യേക ഇന്ത്യയുടെ മിഷൻ. അപ്പോൾ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അത് എസ് ജയശങ്കർ നേരിട്ടെത്തി വിലയിരുത്തും എന്നാണ് കരുതുന്നത്. ഇന്നാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം എസ് ജയശങ്കർ വിലയിരുത്തുക. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള ദസനായകയുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് ഉന്നത ഭരണാധികാരികളുമായിട്ടും ഇന്ന് ചർച്ച നടത്തും എന്നാണ് വിവരം. ഇന്ത്യ ഇതുവരെ ശ്രീലങ്കയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത് ഏതാണ്ട് $7 ബില്യൺ വില വരുന്ന ധനസഹായം ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നിലവിൽ നൽകി വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പലതരത്തിലുള്ള ലോണുകളാണ് പല പദ്ധതികൾ നടപ്പിലാക്കാനുള്ളത്. അതിൽ $780 മില്യൺ പദ്ധതികൾ അത് ശ്രീലങ്കയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. $390 മില്യൺ പദ്ധതികൾ അത് പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നടക്കാനുള്ള $178 മില്യൺ പദ്ധതികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഇന്ത്യ വിലയിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് നയതന്ത്ര കരാറുകളിലും മറ്റ് ഇനി തുടർന്നുള്ള സാമ്പത്തിക സഹായം, ഇപ്പോൾ ശ്രീലങ്കയിൽ അടുത്തിടെ നടന്ന സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധവും അത് കാരണം അവർ നേരിട്ടിരുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നിരന്തരമായി സാമ്പത്തിക സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് നൽകാനുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വിലയിരുത്തും. ഇന്ത്യയുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് എന്ന പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നിലവിൽ ശ്രീലങ്കയ്ക്ക് സഹായങ്ങൾ നൽകി വരുന്നത്. അപ്പോൾ ജയശങ്കറിൻ്റെ പുതിയ സന്ദർശനവും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോൺവോയ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ എസ് ജയശങ്കർ ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം. ഇന്നത്തോടെ സന്ദർശനം പൂർത്തിയാക്കും എന്നാണ് വിവരം. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇനി കുറച്ച് കൗതുകകരമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തലസ്ഥാനത്തെ ഇരട്ടകളുടെ അപൂർവ സംഗമം. തിരുവനന്തപുരത്തെ പാറോട്ടുകോണത്ത് നൂൽക്കെട്ട് ചടങ്ങിലാണ് ഇരട്ടകൾ സംഗമിച്ച വേറിട്ടൊരു കാഴ്ച നടന്നത്. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും നൂൽക്കെട്ട് ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇരട്ടകൾ എത്തിയത്.
ഓൾട്ടിൻസ് അസോസിയേഷൻ എന്ന പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ വഴിയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. വിശ്വാസ്, വ്യാസ് എന്നിവർ ഇരട്ട സഹോദരങ്ങളാണ്. ഇവരാണ് ഈ അസോസിയേഷൻ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാനികൾ. വ്യാസിന്റെ മകൾ നേഹ വ്യാസിന്റെ നൂലുകെട്ട് ചടങ്ങിലാണ് ഇരട്ടകളുടെ സംഗമം ഒരുക്കിയത്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള 10 ജോഡി ഇരട്ടകളും ഒരു ട്രിപ്പിൾസും പാറോട്ടുകോണത്തെ നെല്ലുവിള വീട്ടിലെത്തി. പരസ്പരം കഥ പറഞ്ഞും പാട്ടുപാടിയും നൂലുകെട്ട് ചടങ്ങ് ഇവർ കളർഫുള്ളാക്കി. ഒരു താതിലോല ഞാൻ കണ്ടില്ല, തിരുതാലി വെച്ചതും കണ്ടില്ല, കളവാണി അങ്കിളിയെ ഓർത്തില്ല, അകലേ ഈ നാടുറാണിയായി തോന്നിയില്ല, പുഴ തോഴി എന്നപ്പോൾ തോന്നിയില്ല, ഇതിലാലുലോല എന്നോർത്തില്ല പല നാൾ. 1000-ലധികം പേർ ഇപ്പോൾ തന്നെ ഓൾട്ടിൻസ് അസോസിയേഷനിൽ പങ്കാളികളാണ്. ഇതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാനുള്ള പദ്ധതികളടക്കം ഇവരുടെ മനസ്സിലുണ്ട്. മീറ്റപ്പ് പോലെ മാത്രം ഒതുങ്ങാനല്ല ഈ ഗ്രൂപ്പ്, ഇനിയും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടിൻസിൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഈ ഇരട്ടകളുടെ പേരൻസ് ഉണ്ടാവുമല്ലോ, പേരൻസിനൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. ഇരട്ടകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വളർത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവരുടെയൊക്കെ ഒരു സാമ്പത്തികമായിട്ടൊക്കെ സർക്കാരിൽ നിന്നൊക്കെ നമ്മൾ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുക. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ആശുപത്രി ചിലവുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ബാഗ് എടുത്താൽ മറ്റേ ആൾക്ക് കൊടുക്കണം, ബുക്കാണെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം കുറേ ആൾക്കാർ പിന്നോക്കമായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ മുന്നിലോട്ട് വരുത്തണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സംസ്ഥാന തലത്തിൽ നിന്നും രാജ്യത്തുടനീളമുള്ള ഇരട്ടകളെ ചേർത്ത് അസോസിയേഷനെ ദേശീയ തലത്തിലേക്ക് ഉയർത്താനുള്ള പണിപ്പുരയിലാണ് ഇവർ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് സ്പെഷ്യൽ ഡെയിലി. വെമ്പായം സ്വദേശികളായ ലക്ഷ്മിയുടെയും രതീഷിന്റെയും 18ാം വിവാഹ വാർഷികമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മണിക്കുട്ടി, ലച്ചു, ശ്രുതി എന്നിവരാണ്. ലക്ഷ്മിക്കും രതീഷിനും ന്യൂസ് 18ന്റെ പേരിലും വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. തിരുവനന്തപുരം കല്ലറ സ്വദേശികളായ സ്നേഹജ്, ആതിര ദമ്പതികളുടെ 6ാമത് വിവാഹ വാർഷികമാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അമ്മ ശ്രീദേവി, ഗോകുൽ, ആതിര, മോഹൻ, സിലാൻ, ധൃതിക എന്നിവരൊക്കെയാണ്. സ്നേഹജിനും ആതിരയ്ക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. നമസ്കാരം.